ഐ ലവ് ദിസ് ബൈക്ക്. ഓടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ചില ഹമ്പും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ സ്റ്റാൻഡ് നമ്മളിപ്പോൾ ഒരു വണ്ടി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ ഓൺ ചെയ്തതിന് ശേഷം സെൽഫ് മോട്ടർ അടിച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പണ്ടേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മുന്നേ എത്തിയിരിക്കുന്നത് ഒരു മോട്ടോർ സൈക്കിൾ റിവ്യൂ ആയിട്ടാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വളരെ കാലപ്പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. 1929 മുതലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അധികം സസ്പെൻസ് ഇടുന്നില്ല, ജാവ എന്നാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പേര്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ 1960 നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 1996 നഷ്ടത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബ്രാൻഡ് ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോൾ തിരിച്ചും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 2018 ഡിസംബർ മുതലാണ് ഇപ്പോൾ നമുക്ക് ജാവ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് മെയിനായിട്ട് അത് കൊണ്ടുവന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹേന്ദ്ര എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് നമ്മുടെ ജാവേനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മുടെ മഹേന്ദ്രയാണ് ജാവ ഇന്ത്യ മോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീനെ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാവയുടെ 42 പരിചയപ്പെടാൻ മോഡല്. വളരെയധികം നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മെയിനായിട്ട് ഇതിന്റെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക് ലെജൻസ് ആണ് ശരിക്കും ജാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതികളിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ക്ലാസിക്കും ആണ്, അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ BS4 മോഡലാണ് കേട്ടോ. അപ്പോൾ BS6ഉം 4ഉം തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും ഡിസൈനിൽ വന്നിട്ടില്ല. ഇത് നമുക്ക് BS4 നിന്ന് BS6ലേക്ക് വന്നപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ഒരു 5000 രൂപ മുതൽ ഒരു 9000 രൂപ വരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഹൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡുവൽ ചാനൽ ABSന്റെയും അതുപോലെ തന്നെ സിംഗിൾ ചാനൽ ABSന്റെയും നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ആണ്. മാത്രമല്ല ഇതിന്റെ നമുക്ക് BS6 മോഡൽ വന്നപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.67 lakhs റുപ്പീസാണ്. 1.67 ലക്ഷം രൂപയാണ് നമുക്ക് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി നൽകിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിത് തരുമ്പോൾ വളരെ നന്നായി നല്ല വൃത്തിയിൽ ചളിയൊക്കെ അടിച്ച് കിടക്കണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന് കഴുകി ഇത്രയും കോലത്തിലാക്കാൻ വളരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞാനൊന്ന് സ്മരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫാമിലിയിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്കിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. അതുകൊണ്ടല്ലേ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ജാവ എന്നുള്ള ഒരു ബ്രാൻഡിംഗ് എല്ലാം കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ വണ്ടിയിൽ കുറേ അധികം ജാവ ബ്രാൻഡിംഗ് വരുന്നുണ്ട്. അതിലൊന്നും ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് ആണ്, ഹെലജൻ യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, അതും കാണാനായിട്ട് നല്ല ക്ലാസിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റും ഹെലജൻ യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ല ഒരു സസ്പെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്, ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. വളരെ കംഫർട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ്. കുറച്ച് സ്റ്റിഫർ സൈഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മഡ് ഗാർഡ് അല്ല മെറ്റൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റലിൽ കാണുമ്പോഴും ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ഇതിന്റെ ABS യൂണിറ്റ് കാണാം. ഇതൊരു ഡുവൽ ചാനൽ ABS ആണ് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഈ ഒരു വാഹനം രണ്ട് ബ്രേക്ക് വേർഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു സിംഗിൾ ചാനലും അതുപോലെ ഒരു ഡുവൽ ചാനലും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഡുവൽ ചാനൽ ABS ആണ്. 280 mm ആണ് ഇതിന്റെ ഒരു ഡിസ്ക് സൈസ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഫ്ലോട്ടിംഗ് കാലിബർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഒരു ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്പോക്സ് വീൽസ് ആണ് കേട്ടോ.
ഈ സ്പോക്സ് വീൽസ് ആണ്. അതുപോലെ തന്നെ ഇത് ട്യൂബ് ലെസ് ടയേഴ്സ് അല്ല, ഇത് ട്യൂബ്ഡ് ടയേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ ടയർ സൈസ് കാണാം. 90/90/18 നമുക്ക് ടയർ സൈസ് കാണാൻ സാധിക്കുന്നത്. തരക്കേടില്ലാത്ത ഒരു ടയർ സൈസ് നമുക്ക് പറയാം. എല്ലാം നമ്മുടെ ആ ഒരു പഴയ ജാവ എന്ന് പറയുന്ന ആ മോട്ടോർ സൈക്കിളിന്റെ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലും നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇതിന്റെ ഫ്യൂൾ ടാങ്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു മൈലേജ് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ BS4 നമുക്ക് ഏകദേശം ഒരു 35 to 40 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുമായിരുന്നു. എന്നാൽ ഇതിന്റെ BS6 വന്നപ്പോൾ മൈലേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു 30 to 35 ആ റേഞ്ചിലാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതാണ് BS6 വന്നപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. സീറ്റ് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫർ സൈഡിലാണ് ഇതിന്റെ സീറ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് സ്റ്റിഫർ ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് BS6 വന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീറ്റിന്റെ കുഷ്യനെ നന്നായി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സീറ്റിനെയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് BS6 വന്നപ്പോൾ ഒരു മാറ്റം. അതിന് ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ഹൈറ്റ് ആണ്. കണ്ടില്ലേ, ഏത് ആൾക്കാർക്കും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഫൂട്ട് നമുക്ക് നിലത്ത് ലഭിക്കുന്ന പോലെയുള്ള ഒരു ഹൈറ്റ് ആണ് കേട്ടോ. 765 mm ആണ് ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് നമുക്ക് കാല് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു സീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. കണ്ടില്ലേ, വളരെ മാസീവ് ആയിട്ടുള്ള എഞ്ചിൻ യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മാസീവ് ആയിട്ടുള്ള എഞ്ചിൻ യൂണിറ്റ് ആണ്. ഈ ഒരു ഭാഗമെല്ലാം കണ്ടില്ലേ, ശരിക്കും നമ്മുടെ പഴയ ജാവ വാഹനങ്ങളെല്ലാം കാണുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഒറിജിനൽ ജാവ എന്ന് പറഞ്ഞിട്ട് 1929 എന്നുള്ള ബാജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ജാവയുടെ ഒരു ലോഗോ എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. DOHC എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 27 PS പവറാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് ടോർക്ക് വരുന്നത് 28 Nm ടോർക്കാണ് വരുന്നത്. അത് നമുക്ക് BS6 വന്നപ്പോൾ ഇതിന്റെ ടോർക്കിൽ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പവറിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ പവർ നമുക്ക് BS6 വന്നപ്പോൾ 26.51 നമുക്ക് വരുന്നത്. ഒരു 0.5 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ന്യൂട്ടമീറ്റർ നമുക്ക് 1 ന്യൂട്ടമീറ്റർ നമുക്ക് ലോസ് ആയിട്ടുണ്ട് BS6 വന്നപ്പോൾ. അത് രണ്ടും നമുക്ക് BS6 വന്നപ്പോൾ കുറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ഗിയർ ലിവർ കാണാം. ഒരു 6 സ്പീഡ് ഗിയർ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇവിടെ കാണാം. 165 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചില ഹമ്പും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ഇതിന്റെ ഈ സെന്റർ സ്റ്റാൻഡ് താഴെ ഇടിക്കുന്നതായിട്ടുള്ളൊരു സംഭവം നമുക്ക് കാണാം. അത് നമുക്ക് ഇവിടെ ഒരു ജാവയുടെ എല്ലാം ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ നല്ലൊരു ഡിസൈനിലുള്ള ഒരു സറൗണ്ടിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിൽ. ഇവിടെ നമുക്കൊരു ചെറിയൊരു ലൈൻ നമുക്ക് ഇവിടെ കാണാം. അതും ഒരു എന്താ പറയുക ഡിസൈൻ എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗട്ടോ. അതിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് എല്ലാവരൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തിനെല്ലാം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇതിന്റെ BS6 വന്നപ്പോൾ പെയിൻ ക്വാളിറ്റി എല്ലാം വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വിൻ സസ്പെൻഷൻ ആണ് നമുക്ക് വരുന്നത്. ഗ്യാസ് ചാർജർ സസ്പെൻഷൻ ആണ്, ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു സ്പോക്കറ്റ് കാണാം. കണ്ടില്ലേ, ഭയങ്കര വലിയൊരു സ്പോക്കറ്റാണ്. കണ്ടില്ലേ, അത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് സൈലൻസർ ആണ്. ഇതിൽ നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിൻ സൈലൻസർ ആണ്. ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു സൈലൻസർ വരുന്നുണ്ട്. അതെല്ലാം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു സൈഡ് പ്രൊഫൈലാണ് കേട്ടോ. ഇവിടെ നമുക്ക് 42 എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്റർ കാണാം. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഫാനെല്ലാം ഇതാ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫാൻ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കല്ലും കാര്യങ്ങളൊന്നും ഇവിടെ അടിക്കാത്ത പോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ ഡുവൽ ക്രാഡിൽ ഫ്രെയിമാണ് നമുക്ക് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ഡുവൽ ക്രാഡിൽ ഫ്രെയിമാണ്. ഇതാണ് ഇങ്ങനെ പോയിരുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ആ സൈഡിലും ഒരു ഫ്രെയിം വരുന്നുണ്ട്. അതാണ് ഡ്യുവൽ ക്രാഡിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ ഈ ഒരു വാഹനത്തിൽ കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. സ്പോക്ക് വീൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും ഒരു ട്യൂബ്ഡ് ടയേഴ്സാണ്, ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല വരുന്നത്. MRF ടയേഴ്സാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120, 80, 17 നമുക്ക് ടയർ സൈസ് വരുന്നത്. അതും നല്ലൊരു അത്യാവശ്യം നല്ലൊരു ടയർ സൈസ് തന്നെയാണ്. അത് നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ABS യൂണിറ്റ് കാണാം. ഇതൊരു 12 ചാനൽ ABS ആണ്. 240 mm ഡിസ്ക് സൈസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് സ്ക്വയർ സ്വിം ആമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അല്ലേ, നല്ല ഭംഗിയിൽ തന്നെ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തെല്ലാം ഇവിടെ നമുക്ക് ജാവ എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയും കാണുന്നുണ്ട്. ഫുഡ് പാക്കിലെല്ലാം നമുക്ക് ജാവ എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഫുഡ് പാക്കിന് സ്ക്വയർ ഡിസൈൻ ആണല്ലേ, സ്ക്വയർ ഡിസൈനാണ് ഫുഡ് പാക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ജാവ എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ജാവയുടെ എംബിൾ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഇഗ്നിഷൻ കീ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ബ്രേക്ക് ലിവറിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ഡിസൈൻ എല്ലാം കണ്ടില്ലേ, വളരെ നല്ല ഡിസൈനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ ഗ്രാബ്
ഹാൻഡിൽ കാണാം. ഈ ഗ്രാബ് ഹാൻഡിലിൻ്റെ ക്വാളിറ്റി എല്ലാം വളരെ അങ്ങേ ലെവൽ ക്വാളിറ്റി തന്നെയാണ്. കണ്ടില്ലേ, പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്ട്രോങ്ങും മാസീവ്നെസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ജാവ എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെയും കാണാം. ഇവിടെ നമുക്ക് 42 എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് LED ആണ് ഇതിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാലജൻ യൂണിറ്റ് ആണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കേട്ടോ. ഈ സൈഡെല്ലാം നമുക്ക് കണ്ടില്ലേ. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് റിഫ്ലക്ടർ കാണാം കേട്ടോ. ടയറിൻ്റെ സൈസ് ഉണ്ടല്ലേ, വളരെ നല്ല അത്യാവശ്യം നല്ലൊരു ടയർ സൈസാണ്. ഇതിൻ്റെ ബാക്കത്തെ ലുക്ക് കണ്ടില്ലേ, വളരെ നല്ലൊരു ലുക്കാണ് കണ്ടില്ലേ, വളരെ നല്ലൊരു ലുക്കാണ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ BS6 വന്നപ്പോൾ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് പെയിൻ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തും എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 170 കിലോനാണ് വരുന്നത്. അതും നല്ലൊരു വെയിറ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റൈഡിങ് ക്വാളിറ്റിയിൽ അതിൻ്റെ വെയിറ്റ് എത്രത്തോണ്ട് നമുക്ക് അനുഭവം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് പറയാം. പക്ഷേ വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ BS6 വന്നപ്പോൾ ഇതിൻ്റെ വെയിറ്റിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 2 കിലോ കൂടിയിട്ടുണ്ട്. അതായത് 172 കിലോനാണ് ഇതിൻ്റെ BS6 വന്നപ്പോൾ ഉള്ള വെയിറ്റ് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാൻഡിൽ ബാറിന് മുകളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഞ്ചിൻ കിൽ ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് കണ്ടില്ലേ എക്സലേറ്റർ ആണ്. എക്സലേറ്റർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള എക്സലേറ്റർ ആണ്. ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ ലിവർ കാണാം. ബ്രേക്ക് ലിവർ അല്ല, നല്ല ഭംഗിയിൽ ഒരു അലുമിനിയം ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റിവർ വ്യൂ മിറർ നമുക്ക് കാണാം. റിവർ വ്യൂ മിററിൻ്റെ ഈ പെയിന്റ് ഇവിടെയുള്ള പെയിന്റ് ക്വാളിറ്റി എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നമുക്ക് ഇപ്പോൾ വരാം കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് ജാവ എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിമും ബ്രൈറ്റിൻ്റെയും സ്വിച്ച് കാണാം. അതുപോലെ ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് ഹോണിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് പാസ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കാണാം കണ്ടില്ലേ. ഇവിടെ നമുക്ക് ക്ലച്ച് കാണാം. ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെവിയർ സൈഡാണ്, മാനേജബിൾ ആണ്, അത്ര വലിയൊരു ഹെവി എന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. ഈ എൻജിൻ ഇഗ്നിഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു സ്വൈപ്പ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫ്യൂൽ മീറ്റർ എല്ലാം അത്ര ആക്യുറസ് ആയിട്ടുള്ളൊരു ഫ്യൂൽ മീറ്റർ അല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് ABSൻ്റെ ഒരു വാണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ഓഡോ മീറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. എല്ലാ ക്ലാസിക് ടച്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ ജാവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഈ പെട്രോൾ ടാങ്ക് ആപ്പിൻ്റെ മേളിൽ കാണാം. ഇവിടെ നമുക്ക് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം കേട്ടോ. അതെല്ലാം വന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ എല്ലാം ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നിന്നുള്ള ലുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഹാൻഡിൽ ബാർ ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് കേട്ടോ. ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓൺ ചെയ്യാനെന്നുണ്ടെങ്കിൽ കീ ഓൺ ചെയ്തതിന് ശേഷം സെൽഫ് മോട്ടർ അടിച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഈ ക്ലച്ച് പിടിച്ചതിന് ശേഷം സെൽഫ് അടിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഇതിന് കേൾക്കാൻ സാധിക്കുന്നത് കേട്ടോ. വളരെ നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ഒരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സലേറ്റർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റാവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മടി കൂടാണ്ട് റാവ് ആവുന്ന ഒരു എഞ്ചിനാണ്. പെട്ടെന്ന് തന്നെ ഒരു ടോട്ടൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ ഇത്. നമുക്കിത് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ നല്ല ബാഡ് റോഡ് സെക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സുഖമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല ടോർക്കായിട്ടുള്ള എഞ്ചിൻകാരനാണ്, മറ്റൊന്നല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ റെസ്പോൺസ് എല്ലാം വളരെ നല്ലൊരു ടോട്ടൽ റെസ്പോൺസ് ആണുള്ളത്. സ്റ്റിഫർ സൈഡിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോരാത്തതിന് ഇതിൻ്റെ സീറ്റും കുറച്ച് സ്റ്റിഫറായിട്ടുള്ള സീറ്റാണ്. അതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ക്ലച്ച് ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടുള്ള ക്ലച്ചാണ്. അതുപോലെ എക്സലേറ്റർ ഭയങ്കര നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സലേറ്ററാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കോർണർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ ഇതിൻ്റെ ഒരു ലെവൽ വന്നിരിക്കുന്നത്. ചെറുതായിട്ട് കോർണർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡെല്ലാം നിലത്തടിക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കോർണർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലേ? പക്ഷേ ഇതിങ്ങനെ കോർണർ എടുക്കുമ്പോൾ നമ്മളുടെ
സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് താഴെ ടച്ചാവുന്നുണ്ട് കേട്ടോ. വണ്ടി തിരിക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ശരിക്കും ഇതൊരു 170 കിലോ ഉള്ള വാഹനമാണെന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ, നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കോർണറിങ്ങിൽ ഈ ഒരു വാഹനം നമുക്ക് കംഫർട്ട് നൽകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ സസ്പെൻഷൻ വളരെ സ്റ്റിഫറായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഒരു 70% ഇതിന് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷനാണ്. അത് നമുക്ക് കോർണറിങ്ങിൽ വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനത്തിനില്ല. എൻജിൻ ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള എൻജിനാണ്, ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള എൻജിനാണ്. ഐ ലവ് ദിസ് ബൈക്ക്. ഓടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് കേട്ടോ, നല്ല കംഫർട്ടാണല്ലേ. ഗിയറിൻ്റെ ഭാഗവും ഏറെക്കുറെ കുറച്ച് ക്ലഞ്ചിങ് ഗിയറാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു തോന്നിയ ഒരു ഗിയർ ബോക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല, നല്ല ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ഏറെക്കുറെ നമ്മുടെ ക്ലാസിക്കിൻ്റെ ആ ഒരു ഗിയർ ബോക്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓവർടേക്കിങ്ങിലുള്ള അതിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ സിംഗിളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സീറ്റിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. സീറ്റ് ഭയങ്കര ഫ്ലാറ്റ് ആണല്ലോ, അത് കാരണമാണ് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്, വേറെ ഒന്നുമല്ല. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അത് നന്നായിട്ട് ഒരു അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് മറ്റേ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ നല്ലൊരു ഫൺ ടു ഡ്രൈവ് വാഹനമാണ്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്രൂസർ ബൈക്കിൽ വന്നിട്ടുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ എല്ലാ ക്യാരക്ടറും തെളിയിപ്പിക്കുന്ന ഒരു സ്പോർട്സ് ബൈക്ക് പോലെയാണ്. പക്ഷേ ഇതൊരു ക്രൂസർ ബൈക്കാണ്, അതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ നല്ല കംഫർട്ട് ഉണ്ട്, നല്ല ബ്രേക്കിംഗ് ഉണ്ട്, നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്, നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ ജാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല, അതെല്ലാം നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ജാവിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സായിട്ട്. നമ്മുടെ വൺ ഡ്രൈവ് ഫാമിലിയിൽ മെമ്പർ ആവുക. നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ചാനലിൽ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.